ജീവിതത്തിന്റെ വ്യാഖ്യാനങ്ങളെ ഉള്ളിലൊതുക്കി കാലമാകുന്ന രഥത്തിൽ ഉരുളുന്ന അവർ. കാത്തിരിപ്പിന്റെ വിരസതയിൽ അകപ്പെട്ട ആ അമ്മ മനസ്സിന് കൂട്ടായി അയാളും. മൂകാംബിക. സുധീർ പൂച്ചാലി അവതരിപ്പിക്കുന്ന ഈ ചെറുകഥ കേൾക്കൂ. ബസ്സിൽ എൻ്റെ തൊട്ടടുത്ത സീറ്റിലാണ് ആ സ്ത്രീ ഇരുന്നത്. ഇന്ന് കാലത്ത് തുടങ്ങിയ യാത്രയാണ്. ആദ്യം ട്രെയിനിലായിരുന്നു. ഞാൻ കയറിയ അതേ വണ്ടിയിൽ, അതേ കമ്പാർട്ട്മെൻറ്റിൽ. അനേകം യാത്രക്കാരിൽ ഒരാൾ ഞാനും, ഒരാൾ അവരും. പലതരം ചിന്തകൾക്കിടയിൽ ഒപ്പമുള്ള യാത്രക്കാരെ നാം മാറി മാറി നോക്കുന്നു. പലവട്ടം ഇതാവർത്തിക്കുന്നതിനിടയിലാണ് ഒരു യാത്ര അവസാനിക്കുന്നത്. യാത്ര അവസാനിക്കുമ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങുന്നു. ആരുടെയും ചിത്രം നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. എന്നാൽ എത്ര തവണ ഇറക്കിവിട്ടാലും ഇറങ്ങിപ്പോകാത്ത ചിലരുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ടിക്കറ്റ് എടുക്കാതെ അവർ വന്നുകയറുന്നു. അങ്ങനെ ഒരാളാണ് ഈ സ്ത്രീ. ഒറ്റനോട്ടത്തിൽ ഒരു സവിശേഷതയുമില്ലാത്ത ഒരു സ്ത്രീ. അവരിലേക്ക് എൻ്റെ മനസ്സ് ഫോക്കസ് ചെയ്തത് എന്തുകൊണ്ടായിരിക്കും? കറുപ്പ് നിറത്തിലുള്ള സാരിയും ബ്ലൗസുമാണ് അവരുടെ വേഷം. കഴുത്തിൽ രുദ്രാക്ഷമാലയുമുണ്ട്. തല പൂർണ്ണമായി നരച്ചിട്ടില്ല. കറുപ്പും വെളുപ്പും ഇടകലർന്ന് എണ്ണമെഴുക്കിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന മുടി. നെറ്റിയിൽ കളഭക്കുറി. വേഷത്തിലും ഭാവത്തിലും ആധ്യാത്മികത മുഴച്ചു നിൽക്കുന്നു. ആത്മീയത തോന്നിക്കാൻ വേഷം കെട്ടിയതല്ല എന്ന് വ്യക്തം. തിരയടങ്ങിയ കടൽ പോലെ മുഖം ശാന്തമാണ്. ട്രെയിനിൽ നിന്നിറങ്ങിയ ശേഷം ഞാൻ കയറിയ ബസ്സിൽ അവരും കയറുകയായിരുന്നു. ഞാൻ അവരെയോ അവർ എന്നെയോ പിന്തുടരുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ സഹയാത്രികരെ തിരഞ്ഞെടുക്കുന്നത് നമ്മളല്ല, വിധിയാണ്. വിധിവശാൽ ചിലർ നമ്മുടെ കൂടെ യാത്ര ചെയ്യാനിടയാകുന്നു. അതിന് ജീവിതമെന്നോ വാഹനമെന്നോ വ്യത്യാസമില്ല. പയ്യന്നൂരിൽ നിന്നാകണം അവർ കയറിയിട്ടുണ്ടാവുക. കാരണം വണ്ടി പയ്യന്നൂർ വിട്ടതിന് ശേഷമാണ് അവരെ കണ്ടു തുടങ്ങിയത്. കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ഒരാളുടെ കണ്ണുകളാണ് അവരുടേതെന്ന് എനിക്ക് എന്തുകൊണ്ടോ തോന്നി. ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ കത്തി നിൽക്കാത്ത ശമാവസ്ഥയിലുള്ള കണ്ണുകൾ. എന്നു തൊട്ടാണ് എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്ന് ഞാൻ അതിശയിച്ചു. കുട്ടി എങ്ങോട്ടേക്കാണ്? അവരോട് എങ്ങനെ മിണ്ടിത്തുടങ്ങും എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവർ എന്നോട് ചോദിച്ചത്. മൂകാംബികയിലേക്ക്. ഞാൻ മറുപടി പറഞ്ഞു. ശരിയാണ്. ബൈന്ദൂരിൽ നിന്ന് ആളുകൾ വണ്ടി കയറുന്നത് മൂകാംബികയിലോട്ടല്ലാതെ മറ്റെങ്ങോട്ടാണ്? പാതി എന്നോടും പാതി തന്നോട് തന്നെയുമായി അവർ പറഞ്ഞു. അമ്മ ഒറ്റക്കാണോ? സംഭാഷണം തുടരാനായി ഞാൻ പിന്നെയും ചോദിച്ചു. അതെ, ഒറ്റക്കാണ്. എല്ലാ അമ്മമാരെയും പോലെ ഒറ്റക്ക്. ഒരു വലിയ ജീവിതത്തെ ഒറ്റവരി കൊണ്ട് അവർ വ്യാഖ്യാനിച്ചതായി എനിക്ക് തോന്നി. ജീവിതത്തിൻ്റെ വ്യാഖ്യാനമായതുകൊണ്ട് അതവർക്ക് മാത്രം ബാധകവുമല്ല. ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യ വിലയിരുത്തലായി അത് മാറി. എങ്കിലും സംഭാഷണത്തിന് തിരശീല വീണതായി എനിക്ക് തോന്നി. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഞാൻ ചോദിച്ചു, പയ്യന്നൂരിൽ എവിടെയാണ് വീട്? അപ്പോൾ അവരുടെ കണ്ണുകൾ വിടർന്നു. ഞാൻ പയ്യന്നൂരിൽ നിന്നാണെന്ന് എങ്ങനെ അറിയാം? അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ പയ്യന്നൂരിന് ശേഷമാണ് അമ്മയെ കണ്ടു തുടങ്ങിയത്. ഞാൻ പറഞ്ഞു. ഓഹോ, ഷെർലക് ഹോംസിൻ്റെ വിദ്യയൊക്കെ അറിയാലോ. അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അങ്ങനെയൊരു പ്രയോഗം ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രംഗം വളരെ അയഞ്ഞതാണ്. രണ്ടുപേർക്കിടയിലെ അദൃശ്യമായ സാന്ദ്രതകൾ പതുക്കെ ഇല്ലാതായി. അമ്മയും മകനും എന്നതുപോലെ ഞങ്ങൾ തൊട്ടുതൊട്ടിരുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവർ ബാഗ് തുറന്ന് വെള്ളമെടുത്തു തന്നു. പിന്നെ ഒരു പെട്ടി തുറന്ന് കേക്ക് പോലെ തോന്നിക്കുന്ന ഒരു ചതുര പലഹാരം എടുത്ത് എൻ്റെ കൈകളിൽ വച്ചു. കഴിക്കു കുഞ്ഞേ, ഇത് ഞാൻ ഉണ്ടാക്കിയ അവസാനത്തെ പലഹാരമാണ്. ഇനി ആർക്കും ഒന്നും ഉണ്ടാക്കിക്കൊടുക്കാനില്ല. മക്കൾക്കോ അവരുടെ അച്ഛനോ എനിക്കു തന്നെയോ വേണ്ടി ഇനി മധുരം ചേർത്ത് ഒന്നും ഉണ്ടാക്കാനില്ല. പാചകങ്ങൾ അവസാനിച്ചിരിക്കുന്നു. അവസാനത്തെ പാചകം നിനക്ക് വേണ്ടിയാവുക എന്നത് എൻ്റെ വിധിയാണ്. നിന്റെ നിയോഗവും. കേക്ക് അതീവ രുചികരമായിരുന്നു. ഒരു കട്ടൻ ചായ കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മേ, എന്താണ് അമ്മയുടെ കുടുംബത്തിന് സംഭവിച്ചത്? എൻ്റെ ചോദ്യത്തിൽ ഒരു ദുരന്ത ഛായയുണ്ടായിരുന്നു. ഒരു ചെറു ചിരിയോടുകൂടിയാണ് അവരതിന് മറുപടി പറഞ്ഞത്. ഒന്നും സംഭവിച്ചിട്ടില്ല മകനെ, എല്ലാം നന്നായി പോകുന്നു. മക്കളൊന്നും നാട്ടിലില്ല. 3 മക്കളാണ് ഉണ്ടായിരുന്നത്. 2 ആണും ഒരു പെണ്ണും. എല്ലാവരും പഠിക്കാൻ മിടുക്കരായിരുന്നു. ഡിഗ്രി മുതൽ അവർ പഠിച്ചത് UK-യിലും അയർലൻഡിലും ഒക്കെ ആയിരുന്നു.
ഇപ്പോൾ ജോലി ചെയ്യുന്നതും അവിടെ തന്നെ. അവരെ കാത്തിരിക്കലായിരുന്നു എൻ്റെ ജീവിതം. കുട്ടിക്കാലത്ത് അവർ സ്കൂൾ വിട്ടുവരുന്നത് കാത്തിരുന്നതുപോലെ. വലുതായപ്പോൾ അവർ നാട്ടിൽ വരുന്നത് കാത്തിരിപ്പായി. പിന്നെ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം കൂടി. പിന്നെ കാത്തിരിപ്പ് മാത്രമായി. അപ്പോൾ ഭർത്താവ്? ഭാഗ്യത്തിന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. കുട്ടികൾ വരാതെയെങ്കിലും അവരുടെ അച്ഛൻ വീട്ടിൽ വരുന്നുണ്ടല്ലോ എന്നതായിരുന്നു സമാധാനം. ജോലിയിൽ നിന്ന് വിരമിച്ചെങ്കിലും അദ്ദേഹം വീട്ടിലിരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനോ എൻ്റേതല്ലാത്ത ആരെയോ ആണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് എന്ന തോന്നൽ പെട്ടെന്നാണ് എനിക്കുണ്ടായത്. ആരെയാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് എന്നെനിക്കറിഞ്ഞുകൂടാ. എനിക്കറിയുകയും വേണ്ട. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അനുരാഗത്തിൻ്റെ ചുവപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പടരുന്നത് കണ്ട് എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്ത സ്നേഹം തോന്നി. പാവം മനുഷ്യൻ. എൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ടാവണം. അനുരാഗികൾക്ക് കുറ്റബോധം ഉണ്ടാകുന്നത് നല്ലതല്ല. അപ്പോൾ അവർ നമ്മുടേതോ അവരുടേതോ അല്ലാതായി മാറും. ആർക്കാണ് അതുകൊണ്ട് പ്രയോജനം? കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചു. ഫലമില്ലാത്ത ഈ കാത്തിരിപ്പ് ഞാനെന്തിന് തുടരണം? അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ് ഫലവത്താകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വീട് വിട്ടിറങ്ങി. അമ്മ അദ്ദേഹത്തോട് ഇക്കാര്യം സംസാരിച്ചോ? അമ്മയെ കാണാതെ അദ്ദേഹം പരിഭ്രമിക്കില്ലേ? ഞാൻ സംസാരിച്ചില്ല. ഒരു കുറിപ്പെഴുതി വെച്ചു. ഞാനൊരു യാത്രയിലാണെന്ന്, തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന്. വിശദീകരിക്കാനൊന്നും നിന്നില്ല. എന്താണ് ഇത്ര വിശദീകരിക്കാനുള്ളത്? ചില യാത്രകൾ നാം പറയാതെയല്ലേ പോകുന്നത്? ഇതും അതുപോലെയാണ്. ഒരു ജീവിതം ഇവിടെ അവസാനിക്കുന്നു. അദ്ദേഹത്തിനും എനിക്കും സ്വസ്തി ഉണ്ടാകട്ടെ. ഈ പ്രായത്തിൽ അനിശ്ചിതമായ ഒരു യാത്ര അമ്മക്ക് താങ്ങാനാകുമോ? ഈ പ്രായത്തിൽ അത് എളുപ്പമല്ല മകനെ. ശരീരത്തെക്കുറിച്ചുള്ള ആദിയില്ലാതെ യാത്ര ചെയ്യാം. വിശക്കുന്ന കാലം കഴിഞ്ഞുപോയി. ഇനി എന്തോർത്താണ് ഞാൻ ഭയക്കേണ്ടത്? സംസാരിച്ചിരിക്കെ വണ്ടി കൊല്ലൂരിലെത്തി. എനിക്കാണെങ്കിൽ ഈ സ്ത്രീയോട് ഇനിയും എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. എന്തു വ്യക്തതയോടെയാണ് ഇവർ സംസാരിക്കുന്നത്? ഇത്ര വ്യക്തതയും വ്യക്തിത്വവുമുള്ള ഈ സ്ത്രീക്ക് പകരം മറ്റൊരാളെ പ്രണയിക്കാൻ ഇവരുടെ ഭർത്താവിന് എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും വണ്ടി സ്റ്റാൻഡിൽ എത്തിയിരുന്നു. ആളുകൾ ഇറങ്ങിത്തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇറങ്ങി മുന്നോട്ടു നടന്നു. നടക്കുമ്പോൾ ഞങ്ങളൊന്നും സംസാരിച്ചില്ല. സംസാരിച്ചുകൊണ്ട് നടക്കുന്ന അനവധി ആളുകൾ ഞങ്ങളെ തൊട്ടുരുമ്മി കടന്നുപോയി. മൂകാംബിക ദേവിയുടെ അതിഥികളായി എത്തിയ അനേകം ആളുകൾ. 1000 ചിന്തകളും അതിലേറെ പ്രശ്നങ്ങളുമായി അവർ അമ്മയെ തേടി വന്നതാണ്. അമ്മ അവർക്ക് ഔഷധവും അഭയവുമാകട്ടെ. ക്ഷേത്രത്തോട് ചേർന്നുള്ള സ്ത്രീകളുടെ മന്ദിരത്തിലേക്ക് കയറിപ്പോകുന്ന ഗേറ്റിനു മുന്നിൽ ഞങ്ങൾ ഒന്നും മിണ്ടാനാകാതെ പരസ്പരം നോക്കി നിന്നു. പിന്നെ അവരെൻ്റെ കൈപിടിച്ചു. മകനെ, വിധി ഈ കൂടിക്കാഴ്ച ഒരുക്കിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇപ്പോഴാവും എൻ്റെ യാത്ര പൂർണ്ണമാകുന്നത്. എൻ്റെ മനസ്സ് മറ്റൊരാൾക്ക് കൈമാറി എനിക്ക് യാത്രയാകാം. ഇനി യാത്ര പൂർത്തിയാകാൻ അധികം ദൂരം ബാക്കിയുണ്ടാവില്ല. അവസാന നാളുകളിലൊന്നിൽ എന്നോടൊപ്പം യാത്ര ചെയ്തതിന് നന്ദി. എത്ര കാലമായി ആരോടെങ്കിലും ഒന്ന് മനസ്സു തുറന്നിട്ട്? പറഞ്ഞ വാക്കുകൾക്കും കേട്ട വാക്കുകൾക്കും ഒരിക്കൽ കൂടി നന്ദി. മൃദുവായി ചിരിച്ച് കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് അവർ തിരിഞ്ഞു നടന്നു. മൂകാംബിക. സുധീർ പൂച്ചാലി അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്.